ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഒരു ബ്രോക്കറിന്റെ ആവശ്യമുണ്ടോ? പലരും ഇവരെ ഒഴിവാക്കും കേട്ടോ. കാരണം എന്നറിയോ? കമ്മീഷൻ കൊടുക്കണ്ടേ. എൻ്റെ ഒരു സുഹൃത്തിന്റെ കുടുംബത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ഒരു വിദേശത്തേക്ക് പോകേണ്ട ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ സ്ഥലം വിൽക്കേണ്ടി വന്നു. തൊട്ട അയൽവക്കക്കാരൻ തന്നെയാണ് അത് മേടിച്ചത്. പക്ഷെ പറഞ്ഞ ഒരു സ്ഥലം കൊടുക്കാനുള്ള ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ചെറിയ ഒരു വില്ലേജിലെ ഒരു കണക്ക് പിശക് കൊണ്ടാണ് അത് വലിയ തർക്കത്തിലേക്ക് പോയി. ആ കുടുംബത്തിലെ അവരുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു. വിദ്യാഭ്യാസവും ജോലിയുമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു പിരിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പരിഹരിച്ചു കൊടുത്തിട്ട് ആ രണ്ട് കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനും ഈ ബ്രോക്കർ സഹായിച്ചേനെ. അപ്പോ ഒരു ബ്രോക്കർ എന്ന് പറയുന്ന ആള് ഒരു നിസ്സാരണക്കാരനല്ല. അവർ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ നല്ല ബ്രോക്കേഴ്സുമായിട്ട് ഇടപെടുകയും നിങ്ങളുടെ നിക്ഷേപങ്ങൾ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് അതുപോലെ എന്താവശ്യത്തിനും എന്നെ കണക്ട് ചെയ്യാം.